എന്തിനാ പിള്ളേരെന്തേ? എന്റെ ചേട്ടാ, പിള്ളേര് നിലത്തൊന്നും അല്ല. കുട്ടി ബോസ് പോണെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാ. ആഹാ, അതിന് സെലക്ട് ആവണ്ടേ, എങ്കിലല്ലേ പോകാൻ പറ്റൂ. ഇപ്പൊ തന്നെ സെലക്ട് ആയ പോലെ തന്നെയാ അവരുടെ സംസാരമൊക്കെ. മക്കളുടെ ഒരു കോൺഫിഡൻസേ. അല്ല ചേട്ടാ, സെലക്ട് ആയ വിടണോ നമ്മള്? ഇത്രയും ദിവസം എങ്ങനെയാ മക്കളെ പിരിഞ്ഞിരിക്കുക? എന്താ എന്തിനാ ഈ പറയണേ? എന്തായാലും മക്കളെ വിടണം. നമുക്കും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. മക്കളെങ്കിലും അടിച്ചു പൊളിക്കട്ടെ അങ്ങോട്ട്. എന്നാലും ചേട്ടാ, പിള്ളേര് ഇത്രയും ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാന്ന് വെച്ചാ. എനിക്ക് ആ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ടി വിയിൽ ലൈവായിട്ട് കാണാമല്ലോ അവർ എന്താ ചെയ്യണേന്നൊക്കെ. ആ, ആദ്യം സെലക്ട് ആവുമെന്ന് നോക്കട്ടെ, എന്നിട്ടാ ബാക്കി. അമ്മേ, അച്ഛാ. എന്താ പറു, എന്താ വിശേഷം? അതോ അച്ഛാ, പറയാങ്ങോട്ട്. അച്ഛാ, അമ്മേ. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ മക്കളെ? അതോ അതെ അച്ഛാ. കുറെ നേരമായല്ലോ രണ്ടും കൂടി. എന്താ കാര്യം? ഞാൻ പറയാം ചേച്ചി. അച്ഛാ, അച്ഛന് വല്ല കോളം വന്നോ അച്ഛാ? ഇല്ലല്ലോടാ, എന്തേ? സെലക്ട് ആയെങ്കിൽ വിളിച്ചു പറയാന്നല്ലേ പറഞ്ഞേ. ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ. അതൊക്കെ വിളിച്ചോളും മക്കളെ. നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാണ്? ടെൻഷനല്ലാമേ, സന്തോഷം. ആദ്യം സെലക്ട് ആവട്ടെ, എന്നിട്ട് മതി കേട്ടോ. ശരിയല്ലേ അമ്മേ? ഹലോ, ആ ഗുഡ് ഈവനിങ് മിസ്സേ. ആണോ? ഓ ഓ ഓ, ആ കുഴപ്പമൊന്നുമില്ല. ആ, ഞങ്ങൾ എന്തായാലും വിടാൻ തന്നെ ഇരിക്കുക. ഓക്കെ മിസ്സേ, ഓക്കെ. ഇത് കേട്ടാ പിള്ളേര് സന്തോഷിക്കും. താങ്ക് യു മിസ്സേ, താങ്ക് യു. എന്താ ഇതിന് ആരെ വിളിച്ചേ? ആരാന്നറിഞ്ഞാ മക്കള് ഞെട്ടു. നിങ്ങളുടെ മിസ്സാ വിളിച്ചേ. ഇവര് സെലക്ട് ആയിട്ടുണ്ട്, നാളെ തന്നെ പുറപ്പെടണമെന്ന്. ശരിക്കാണോ? അതെ, ശരിക്കും. എന്നാ മക്കളെ, സന്തോഷായില്ലേ? നല്ല സന്തോഷം. കൺഗ്രാജുലേഷൻ മക്കളെ. താങ്ക് യു അച്ഛാ. മക്കളെ, നിങ്ങൾ പോയി ജയിച്ചു വരണം കേട്ടോ. അതെ, നല്ലോണം പെർഫോം ചെയ്യണം. ഓക്കെ. ഹലോ ചേച്ചി, ഇനി എങ്ങനെ റിസൾട്ട് മാറിപ്പോയെന്ന് പറയാൻ വിളിക്കണോ? ഒന്ന് പോടി, ഒന്ന് പോസിറ്റീവായി ചിന്തിക്കും. ആ ആന്റി, എന്തുണ്ട് വിശേഷം? ആ, ഓ ആണല്ലേ. ആഹാ, ഇവര് സെലക്ട് ആയി. ഓഹോ, വരാൻ പറ്റില്ലേ? ഒരുമിച്ച് വിടാനോ? ഓക്കെ. ആ, ഒരു കുഴപ്പമില്ല. ഒരുമിച്ച് പോട്ടെ. ആ, നാളെ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ, ശരി. ആരമ്മ വിളിക്കാ? വാസുവിന്റെ അമ്മമ്മ. വാസു മത്സരത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ വാസുവിന്റെ വീട്ടില് പപ്പ ഇറങ്ങിയ വിഷയ. പപ്പ അറിയാണ്ട് അവനെ മത്സരത്തിൽ വിടാനുള്ള പരിപാടിയാ. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വിടട്ടേന്ന് ചോദിച്ചു. അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു നിങ്ങൾ മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ മതി, പക്ഷെ വേറെ ആരൊന്നും പറയരുതെന്ന്. ഹായ്, വാസുണ്ടോ? അപ്പോൾ ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് പോയാൽ മതി കേട്ടോ. നാളെ എയർപോർട്ടിൽ കൊണ്ടുവിടും. നിങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോകണം, കേട്ടില്ല? ഹായ്, സൂപ്പർ. സന്തോഷായില്ലേ? എന്നാ ചെല്ല്, ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അല്ല, വാസി ഇങ്ങോട്ട് വരുമോ? ഇല്ല, നമ്മൾ പോകുന്ന വഴിക്ക് അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അവന്റെ പപ്പ രാവിലെ ഓഫീസിൽ പോകും. അത് കഴിഞ്ഞിട്ട് അവരെന്തോ സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞ് അയക്കുന്നേ. അത് നമ്മുടെ വായിന്ന് കുട്ടി ബോസിന് ചാടരുതെന്ന് അമ്മമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, ഈ കാലത്ത് ഇത്ര സ്ട്രിക്റ്റ് ആയി. കുറച്ച് പാടാണ്. എന്നാലും നുണ പറഞ്ഞൊക്കെ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. നുണയൊന്നുമല്ല ചേട്ടാ, അവന് സമ്മർ ക്യാമ്പിൽ തന്നെയല്ലേ വിടുന്നേ. പിന്നെ ആണെങ്കിൽ അവന്റെ അമ്മൂമ്മയാണല്ലോ വിടുന്നേ. ഇതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. മക്കളൊക്കെ പോയി അടിച്ചു വിളിക്കട്ടെ.